വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. വ്ലാഡിസ്ലോ സ്പെൽസ്മൻ എഴുതിയ ഇൻ ദ ആറ്റിക് എന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് സമ്മറി മുഴുവൻ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, വൈ ഡസ് ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് സ്പെൽസ്മൻ ആൻഡ് സേവ് ഹിസ് ലൈഫ്? എന്തുകൊണ്ടായിരിക്കാം ആ ജർമ്മൻ ഓഫീസർ നമ്മുടെ സ്പെൽസ്മനെ ഹെൽപ്പ് ചെയ്തതും ജീവൻ രക്ഷിച്ചതും? ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്സ് സ്പെൽസ്മൻ ഔട്ട് ഓഫ് കമ്പാഷൻ ആൻഡ് ഹ്യൂമാനിറ്റി. അതാണ് കറക്റ്റായി വരുന്ന രണ്ട് ആൻസേഴ്സ്. ആ രണ്ട് വേർഡുകളാണ് അല്ലേ, കമ്പാഷനും ഹ്യൂമാനിറ്റി. കമ്പാഷൻ അല്ലെ അലിവ്, കരുണ. ഹ്യൂമാനിറ്റി മനുഷ്യത്വം. ഓഫറിങ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഡെസ്പൈറ്റ് ദ റിസ്ക്സ്. അദ്ദേഹത്തിന് ഒരുപാട് റിസ്കുകൾ ഉണ്ടായിരുന്നു, എന്നിട്ടും ഫുഡ്, ഭക്ഷണവും ഷെൽട്ടർ, പാർപ്പിടവും കൊടുത്തു രക്ഷിച്ചു. പോസിബിളി മൂവ്ഡ് ബൈ സ്പെൽസ്മൻസ് മ്യൂസിക് ആൻഡ് സഫറിങ്. എന്തുകൊണ്ടായിരിക്കണം എന്നാണല്ലേ അവിടുത്തെ ക്വസ്റ്റ്യൻ. വൈ എന്നാണ് ചോദ്യം. ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കാം, അദ്ദേഹം മ്യൂസിക് പ്ലേ ചെയ്യാൻ പറയുന്നുണ്ടല്ലേ ആദ്യം തന്നെ. അപ്പോൾ ആ മ്യൂസിക് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിരിക്കാം. ചിലപ്പോൾ സ്പെൽസ്മൻ്റെ ഈ കഷ്ടപ്പാടുകൾ, സഫറിങ്ങും അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സ്പെൽസ്മൻ മെയിൻറ്റെയിൻ ഹോപ്പ് ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് ഡേഞ്ചർ? ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും, ഇത്രയേറെ ഡേഞ്ചർ നിറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതീക്ഷ, ഹോപ്പ് നിലനിർത്തിയത് എന്നാണ്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? സ്പെൽസ്മൻ ക്ലിങ്സ് ടു ഹോപ്പ്. ക്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയല്ലേ, തൂങ്ങി പിടിച്ചു നിൽക്കുക. ആ പ്രതീക്ഷയിൽ ഇങ്ങനെ അവർ പിടിച്ചു നിൽക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയാണ്? ത്രൂ ഹിസ് ഡിറ്റർമിനേഷൻ ടു സർവൈവ്. എങ്ങനെയും അതിജീവിക്കണം, എങ്ങനെയും ജീവിക്കണം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു ഉറച്ച തീരുമാനം. ഹിസ് ലവ് ഫോർ മ്യൂസിക്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടുള്ള സ്നേഹവും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആൻഡ് മൊമെന്റ്സ് ഓഫ് ഹ്യൂമൻ കൈൻഡ്നെസ്. മനുഷ്യത്വം നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കാം. എസ്പെഷ്യലി ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്ത നിമിഷങ്ങളൊക്കെ. ദാറ്റ് റിന്യൂ ഹിസ് വിൽ ടു ലീവ്. അതൊക്കെ അദ്ദേഹത്തെ ജീവിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ വീണ്ടും വീണ്ടും പുനർജനിപ്പിച്ചിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈ വാസ് സ്പെൽസ്മൻ അഫ്രെയ്ഡ് ഓഫ് ബീങ് കിൽഡ് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഹിസ് ഓൺ കൺട്രിമെൻ? നമ്മുടെ സ്പെൽസ്മൻ ഒരു പോളിഷുകാരനാണല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് പോളിഷുകാരായ സോൾജിയേഴ്സ് തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടത്? ആഫ്റ്റർ ദ വാറിന് ശേഷം സ്പെൽസ്മൻ ഫിയർഡ് ബീങ് മിസ്റ്റേക്കൺ ഫോർ എ ജർമ്മൻ ബൈ പോളിഷ് സോൾജിയേഴ്സ്. യുദ്ധം അവസാനിച്ചപ്പോൾ സ്പെൽസ്മൻ എന്ത് ഭയന്നു? താനൊരു ജർമ്മൻകാരനാണോ എന്ന് പോളിഷ് സോൾജേഴ്സ് തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയന്നു അല്ലേ. കാരണം എന്താ? ഡ്യൂ ടു ഹിസ് അപ്പിയറൻസ്. കാരണം എന്താ? അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ജർമ്മൻ സോൾജിയറിനെ പോലെയായിരുന്നു. നമ്മുടെ ഓഫീസർ കൊടുത്ത ഡ്രസ്സ് അല്ലെ, ആ ഒരു കോട്ട് ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ലക്ക്, ചാൻസ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്നെസ് ഹെൽപ്പ് സ്പെൽസ്മൻ ടു സർവൈവ്? എങ്ങനെയൊക്കെയാണ് ഭാഗ്യവും ചാൻസും ഹ്യൂമൻ കൈൻഡ്നെസ് അല്ലെ, മനുഷ്യൻ്റെ കരുണ അല്ലെങ്കിൽ മനുഷ്യത്വമൊക്കെ ഇദ്ദേഹത്തെ ജീവിക്കാനായി സഹായിച്ചത്? എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ ഇവയൊക്കെ സഹായിച്ചത്? നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? സ്പെൽസ്മൻ സർവൈവ്സ് ഡ്യൂ ടു എ സീരീസ് ഓഫ് ലക്കി ഇവൻറ്റ്സ്. ഒരുപാട് ഭാഗ്യം നിറഞ്ഞ കാര്യങ്ങളുണ്ടായി അല്ലേ. ആദ്യം അദ്ദേഹം വേറൊരു സ്ഥലത്താണ് ഒളിച്ചിരുന്നത്, അവിടെ നിന്നും ആറ്റിക്കിലേക്ക് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജർമ്മൻ സോൾജിയർ അദ്ദേഹത്തിന് നേരിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. വാറിന് ശേഷം പോളിഷ് സോൾജിയേഴ്സ് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ലക്കുകൾ അദ്ദേഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആൻഡ് ത്രൂ ദ കൈൻഡ്നെസ് ഓഫ് ഇൻഡിവിജ്വൽസ് ലൈക്ക് ദ ജർമ്മൻ ഓഫീസർ. കൈൻഡ്നെസ് എവിടെ നിന്നാണ് കിട്ടിയത്? മെയിനായിട്ടും ആ ജർമ്മൻ ഓഫീസറിൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാസ് ഇറ്റ് റിസ്കി ഫോർ ദ ജർമ്മൻ ഓഫീസർ ടു ഹെൽപ്പ് സ്പെൽസ്മൻ? വൈ? ഈ സ്പെൽസ്മനെ രക്ഷിക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളത് ആ ജർമ്മൻ ഓഫീസറിന് റിസ്ക് ഉള്ള ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ട്? ആൻസർ എന്താണ്? യെസ്, തീർച്ചയായും അല്ലേ. അതുതന്നെയാണ് ഈ ഒരു കഥയുടെ എസെൻസ് എന്ന് പറയുന്നത്. It was extremely risky as aiding a Jew could have led to severe punishment or execution under Nazi rule. അവിടെ നമ്മൾ പറഞ്ഞു ജർമ്മൻസ് ആണ്, നാസി ജർമ്മനികളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇയാളെ ഹെൽപ്പ് ചെയ്താൽ, ഇയാൾ പോളിഷുകാരനുമാണ്, കൂടാതെ ജ്യൂ ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അയാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എയ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്പിംഗ് അല്ലേ. രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സിവിയറായ, വളരെ കഠിനമായ പണിഷ്മെൻറ്റും ഇദ്ദേഹത്തിന് ലഭിക്കാം. ചിലപ്പോൾ എക്സിക്യൂഷൻ തന്നെ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അയാൾക്ക് നഷ്ടമായേക്കാം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇവരെ സഹായിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും റിസ്കി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. വൈ ഈസ് സ്പെൽസ്മൻസ് മെമ്മോർ ക്ലാസിഫൈഡ് ആസ് സർവൈവർ ടെസ്റ്റിമോണി? അത് മെമ്മോയർ എന്നല്ല കേട്ടോ, മെമ്മോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അതും കൂടി ഓർക്കണം. എന്തുകൊണ്ടാണ്
ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എഴുത്ത് സർവൈവർ ടെസ്റ്റിമോണി എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർവൈവർ എന്ന് വെച്ചാൽ എന്താ? സർവൈവ് എന്ന് വെച്ചാൽ എന്താ? അതിജീവിക്കുക അല്ലേ? അപ്പോൾ സർവൈവർ എന്തായിരിക്കും? അതിജീവിച്ച ഒരു വ്യക്തി. ടെസ്റ്റിമോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം എന്നാണ് അർത്ഥം. അപ്പോൾ എന്തിൽ നിന്നും അതിജീവിച്ച ഒരാളുടെ സാക്ഷ്യം എന്നാണ് സർവൈവർ ടെസ്റ്റിമോണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ സർവൈവർ ടെസ്റ്റിമോണി എന്ന് പറഞ്ഞാൽ ഒരാൾ തനിക്കുണ്ടായ ഒരു ചാലഞ്ചിങ് ആയ എന്തെങ്കിലും ഒരു കാര്യം, ഈവൻറ്റ്സ് അല്ലെങ്കിൽ ട്രോമ നിറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം അത് അതിജീവിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുണ്ടായ ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് ശരിക്കും ഈ സർവൈവർ ടെസ്റ്റിമോണി. അപ്പോൾ എന്തുകൊണ്ടും ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് നമുക്ക് ഒരിക്കലും പരിഗണിക്കാൻ കഴിയില്ല. കഥയല്ല അല്ലേ, നടന്ന ഒരു സംഭവമാണ്. എന്നാൽ സാധാരണ ഒരു ആത്മകഥയാണോ? അല്ല. കാരണം ഇദ്ദേഹം ഒരുപാട് ട്രോമ നിറഞ്ഞ, നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, ചാലഞ്ചിങ് ആയ സിറ്റുവേഷൻസ് അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കിതിനെ സർവൈവർ ടെസ്റ്റിമോണി എന്ന് വിളിക്കാം. Spilsman's memoir is called a survivor testimony because it is his true story of living through the Second World War as a Jew in Nazi-occupied Poland. ഇപ്പോൾ നാസികൾ പിടിച്ചെടുത്ത പോളണ്ടിൽ അല്ലേ, അദ്ദേഹം ഒരു ജൂ ആയിരുന്നു. അയാൾ ജീവിച്ച് തീർന്ന റിയലായ ഒരു കാര്യമാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സർവൈവൽ ടെസ്റ്റിമോണിയാണ്. ഹി ഷെയർസ് വാട്ട് ഹി സോ, felt and experienced while hiding from danger. അപകടത്തിൽ നിന്നും അല്ലെങ്കിൽ ഡേഞ്ചറിൽ നിന്നും ഒളിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കണ്ട കാര്യങ്ങൾ, അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ, അദ്ദേഹം തിരിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. ഹൗ ഇൻ യുവർ ഒപ്പീനിയൻ ഡസ് സർവൈവൽ ടെസ്റ്റിമോണി എൻറിച്ച് ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് എൻഹാൻസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒരു സർവൈവൽ ടെസ്റ്റിമോണി ചരിത്രത്തെയും ലിറ്ററേച്ചറിനെയൊക്കെ എൻറിച്ച് ചെയ്യുന്നത്, പരിപോഷിപ്പിക്കുന്നത്? കൂടാതെ നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവുകളുണ്ട് അല്ലേ, ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതിനെയൊക്കെ എങ്ങനെയാണ് ഈ സർവൈവർ ടെസ്റ്റിമോണികൾ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സർവൈവർ ടെസ്റ്റിമോണി എൻറിച്ചസ് ഹിസ്റ്ററി. എങ്ങനെ? because it gives first-hand accounts that help us learn what truly happened, not just facts and dates. നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങളും ഡേറ്റുകളും ഒക്കെയാണ് അല്ലേ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഒരു വ്യക്തി ഇപ്പോൾ ഇൻ ദ ആർട്ടിക്കിളെ പോലെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ, നടന്ന ഓരോ അനുഭവങ്ങളും ഷെയർ ചെയ്യുമ്പോൾ അന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയാണ് അല്ലേ. എന്താണ് അന്ന് റിയലായി നടന്നത്? വെറുതെ ബൈഹാർട്ട് നമ്മൾ ഒരു ഡേറ്റുകൾ പഠിക്കുന്നു അല്ലെങ്കിൽ ഇന്ന വേൾഡ് വാർ നടന്നു എന്നതിലപ്പുറം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹിസ്റ്ററി ആഴത്തിൽ മനസ്സിലാകുന്നു. അന്നത്തെ ആളുകൾ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ തൊട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. ലിറ്ററേച്ചറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇറ്റ് എൻറിച്ചസ് ലിറ്ററേച്ചർ ബൈ ആഡിങ് റിയൽ ഹ്യൂമൻ എക്സ്പീരിയൻസസ്, ഇമോഷൻസ് ആൻഡ് വോയിസസ് ടു റിട്ടൺ വർക്ക്സ്. വെറുതെ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് ആളുകളുടെ റിയലായ ഇമോഷൻസ് അല്ലേ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ ശബ്ദങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയും സർവൈവർ ടെസ്റ്റിമോണി വഴി. ദീസ് സ്റ്റോറീസ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ബെറ്റർ. അതുപോലെ ഈ സർവൈവർ ടെസ്റ്റിമോണികൾ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എങ്ങനെയൊക്കെ? ബൈ ഷോയിങ് ഹൗ പീപ്പിൾ ലീവ്ഡ് ത്രൂ ഡിഫിക്കൽട്ട് ടൈംസ് ആൻഡ് വാട്ട് ദേ ഫെൽറ്റ്, ഫിയർഡ് ആൻഡ് ഹോപ്ഡ് ഫോർ. അന്ന് ആളുകൾ എങ്ങനെയാണ് ആ ദുർഘടം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നുപോയത്, അവരെന്തൊക്കെയാണ് അനുഭവിച്ചത്, അവരെന്തൊക്കെയാണ് ഭയന്നത്, അവരെന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത് എന്നൊക്കെ നമുക്ക് വളരെ അടുത്ത് അറിയാൻ കഴിയുന്നു സർവൈവൽ ടെസ്റ്റിമോണികൾ വഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ എൻട്രി ടു ദ പാസേജ് യു വുഡ് ഹാവ് കം അക്രോസ് ദ എക്സ്പ്രഷൻ ഓൺ മാസ്. വാട്ട് ഡു യു തിങ്ക് ഇറ്റ് മീൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ്? നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപേ അല്ലേ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു പാസേജ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിരുന്നു, ഓൺ മാസ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഓൺ മാസ് എന്നാണ്. ഫ്രഞ്ചിൽ നിന്നെടുത്ത ഒരു എക്സ്പ്രഷനാണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൺ മാസ് എന്നതിൻ്റെ അർത്ഥം ശരിക്കും ഓൾ ടുഗെദർ അല്ലെങ്കിൽ ആസ് എ ഗ്രൂപ്പ്, ഒരു കൂട്ടം എന്നാണ് അർത്ഥം. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതിന് എന്താണ് അർത്ഥമാക്കുന്നത്? It means that large groups of people were taken or even killed all at once, especially in concentration camps. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ആളുകളെ ഗ്രൂപ്പായിട്ട് അല്ലെ ഒരു കൂട്ടമായിട്ട് കൊണ്ടുപോവുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. ഇറ്റ് ഷോസ് ഹൗ ദ നാസീസ് ടാർഗറ്റഡ് എൻറ്റയർ കമ്മ്യൂണിറ്റീസ് ടുഗെദർ വിത്തൗട്ട് സീയിങ് ദം ആസ് ഇൻഡിവിജ്വൽസ്. അതിലെ ഓരോ ആളുകളെ അല്ലെ, ഓരോ ആളുകളോട് എന്തെങ്കിലും വ്യക്തിപരമായ ശത്രുത അങ്ങനെയൊന്നുമല്ല, ഓൺ മാസായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ നിറയെ അവർ ശത്രുക്കളായി കാണുകയും
ഒരു കൂട്ടം ആളുകളെ ഒന്നിച്ച് കൊന്നൊടുക്കുകയുമാണ് ചെയ്തത്. ദ ഫ്രേസ് റിഫ്ലെക്ട്സ് ദ ലാർജ് സ്കെയിൽ ക്രൂവലിറ്റി ആൻഡ് ഇൻഹ്യൂമനിറ്റി ഓഫ് ദാറ്റ് ടൈം. ആ ഒരു സമയത്ത് ഒരു കൂട്ടം ആളുകളോട് ചെയ്തിരുന്ന ക്രൂരത അല്ലെങ്കിൽ അവരോട് കാണിച്ച മനുഷ്യത്വമില്ലായ്മയുടെ ഒരു ഫ്രേസ് എന്ന നിലയിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഫ്രേസിനെ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് ദ എക്സ്പ്രഷൻ ഓൺ മാസ് റിമൈൻഡ് യു ഓഫ് എ സിമിലർ ഫ്രേസ് യു കെയിം അക്രോസ് ഇൻ ക്ലാസ് 9? ഈ ഒരു ഫ്രേസ് ഓൺ മാസ് എന്ന് കണ്ടപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇതുപോലെ ഓർമ്മ വന്നോ? നമുക്കതിന് പല എക്സാമ്പിൾസ് കൊടുക്കാം അല്ലേ. ഓൺ ബ്ലോക്ക് എന്ന് പറയുന്ന, ഓൺ മാസ് പോലെ പറഞ്ഞ തന്നെ ഓൺ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതും ഫ്രഞ്ചിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അതിൻ്റെ മീനിങ്ങും ഇങ്ങനെ ഓൾ ടുഗെദർ എന്ന് തന്നെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ആർ ദീസ് എക്സ്പ്രഷൻസ് ഡിഫറെൻറ്റ് ഫ്രം അതർ കോമൺലി യൂസ്ഡ് ഫ്രേസസ് ഇൻ ഇംഗ്ലീഷ്? മറ്റുള്ള എക്സ്പ്രഷൻ പോലെയാണോ ഈ ഒരു എക്സ്പ്രഷൻസ്? അല്ല, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. പെട്ടെന്നൊരു നോട്ടത്തിൽ ഇത് ഇംഗ്ലീഷ് വാക്കാണോ എന്ന് തന്നെ നമുക്ക് ഒരു സംശയമാണ് അല്ലേ. സ്പെല്ലിങ്സും ഒക്കെ ഒരു വ്യത്യസ്തതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? എക്സ്പ്രഷൻസ് ലൈക്ക് ഓൺ മാസ് ആർ ബോറോഡ് ഫ്രം ഫ്രഞ്ച് അല്ലേ. കാരണം ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കടമെടുത്തിരിക്കുന്നതാണ്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നുള്ളതാണ്. ആൻഡ് ഡിഫറിങ് ഫ്രം സിംപ്ലർ ഇംഗ്ലീഷ് ഫ്രേസസ് വിത്ത് സിമിലർ മീനിങ്സ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഫ്രേസുകളിൽ നിന്നും ചില മാറ്റങ്ങളുണ്ട്. അതിപ്പോൾ പ്രൊനൗൺസിയേഷനിലാണെങ്കിലും അർത്ഥത്തിലാണെങ്കിലും സ്പെല്ലിങ്ങിലാണെങ്കിലും ഒക്കെ ചില മാറ്റങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത്രയാണ് ഇൻ ദ ആറ്റിക് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. താങ്ക് യു.